തിങ്കളാഴ്ചത്തെ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ സൺഡേയിലെയും കൂടെ കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നി-3 മിസൈലിനെ പറ്റിയിട്ടാണ്. ഈ അഗ്നി-3 മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുന്നത്, ഇതിനെ നമ്മൾ ഇതൊരു ടൈപ്പ് ഓഫ് മിസൈലാണ്. അതെന്ത് ടൈപ്പാണ്? റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് ഈ അഗ്നി-3 മിസൈൽ എന്ന് പറയുന്നത്. ആ ഒരു മിസൈലിനെ നമ്മളിപ്പം സക്സസ്ഫുള്ളായിട്ട് ടെസ്റ്റ് ചെയ്തു. ഒഡീഷയിൽ വെച്ചിട്ട് നമ്മൾ സക്സസ്ഫുള്ളി അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാലിസ്റ്റിക് മിസൈലിൻ്റെ മെയിനായിട്ട് നമ്മൾ ഈ മിസൈൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് ഈ ന്യൂക്ലിയർ ഡെലിവറി സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്. ന്യൂക്ലിയർ ഡെലിവറി എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു മിസൈൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലാണ്. നമ്മൾ ഇതിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ഇത് എന്ത് ടൈപ്പ് മിസൈലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. അപ്പോൾ നമ്മൾ ഇൻഡിജീനിയസ്ലി അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ഉള്ള ഒരു മിസൈൽ കൂടിയാണ്. ഇതിന് വേറൊരു പ്രത്യേകത, ഇതൊരു സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ കൂടി ആണ്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ മിസൈൽ എന്ന് പറഞ്ഞാൽ ദ മിസൈൽ ഈസ് 2 സ്റ്റേജ്. ഇത് 2 സ്റ്റേജ് മിസൈലാണ്. അതുപോലെ സോളിഡ് ഫ്യൂവൽഡ് ആണ്. പിന്നെ ഇതിന് ഏകദേശം 1500 കിലോഗ്രാം പേ ലോഡുകൾ ക്യാരി ചെയ്യാൻ അത് കേപ്പബിൾ ആണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ റേഞ്ച് നോക്കുകയാണെങ്കിൽ 3000 to 3500 കിലോമീറ്റർ ആണ് ഇതിൻ്റെ റേഞ്ച്. അപ്പോൾ ഈ റേഞ്ചാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കിലോമീറ്റർ അത് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്തത്. ടെസ്റ്റ് ചെയ്തപ്പോൾ സക്സസ്ഫുള്ളി എന്ത് പോയിട്ടുണ്ട്, ഇത് 3000 to 3500 കിലോമീറ്റർ സക്സസ്ഫുള്ളി പോയിട്ടുണ്ട്. പിന്നെ ഇത് മെയിനായിട്ട് പ്രൈമറിലി നമ്മളിത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയർ ഡെലിവറി സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ഇതിനകത്ത് ഏകദേശം നമുക്ക് വാർഹെഡ് 200 to 300 കിലോ ടൺ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് കൊള്ളും. അത്രയും അതിന് കേപ്പബിൾ ആണ്. അപ്പം അഗ്നി-3 മിസൈലിനെ പറ്റി പറയുകയാണെങ്കിൽ അഗ്നി-3 മിസൈൽ എന്ന് പറയുന്നത് എന്ത് ടൈപ്പാണ്? അത് ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. അത് സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലാണ്. നമ്മൾ ഒഡീഷയിൽ വെച്ച് അതിപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ളത്? 2 സ്റ്റേജ് 2 സ്റ്റേജ് മിസൈലാണ്. സോളിഡ് ഫ്യൂവൽഡ് ആണ്. അതുപോലെ അതിന് 1500 kg പേലോഡുകൾ ക്യാരി ചെയ്യാൻ അത് കേപ്പബിൾ ആണ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 3000 to 3500 കിലോമീറ്റർ ആണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ICC Under-19 വേൾഡ് കപ്പ് 2026 നടന്നു. അപ്പോൾ 2026 ഇത് ഹോസ്റ്റ് ചെയ്തത് ആരൊക്കെയാണ്? സിംബാബ്വേയും അതുപോലെ തന്നെ നമീബിയയും കൂടാണ് എന്ത് ചെയ്തത്, ഈ പറഞ്ഞ ICC Under-19 വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തത്. ഇത് ക്യാപ്റ്റൻ ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ആയുഷ് മാത്രയാണ് ഇത് ക്യാപ്റ്റൻ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യ ആണെങ്കിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. 100 റൺസിന് ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചിട്ട് റെക്കോർഡ് മേടിച്ചു, ട്രോഫി കിട്ടി. അപ്പോൾ ICC Under-19 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യയാണ് ജയിച്ചത്. ഇന്ത്യ ആരെയാണ് തോൽപ്പിച്ചത്? ഇംഗ്ലണ്ടിനാണ് തോൽപ്പിച്ചത്. 100 റൺസിനാണ് തോൽപ്പിച്ചത്. ഇനി ഈ Under-19 ക്രിക്കറ്റിനെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആ വേൾഡ് കപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആണ്. ഇതെല്ലാ 2 വർഷം കൂടുമ്പം, അതായത് 2 വർഷം കൂടുമ്പോഴല്ല, ഇത് ഓൾട്ടർനേറ്റീവ് ഇയേഴ്സ് ആയിട്ട് ആണ് നടത്തുന്നത്. 1988 മുതൽ ഓൾട്ടർനേറ്റീവ് ഇയേഴ്സ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു വേൾഡ് കപ്പ് നടത്താറുള്ളത്, ഓർഗനൈസ് ചെയ്യാറുള്ളത്. ഇനി ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അത് ആർക്കാണ് കിട്ടിയത്? വൈഭവ് സൂര്യവംശിക്കാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് കിട്ടിയത്. ഇനി 2024 ഇത് ഹോസ്റ്റ് ചെയ്തത് ആരായിരുന്നു? സൗത്ത് ആഫ്രിക്കയാണ് ഹോസ്റ്റ് ചെയ്തത്. അന്നത്തെ വിന്നർ ഓസ്ട്രേലിയ ആയിരുന്നു. അപ്പോൾ ICC Under-19 വേൾഡ് കപ്പ് 2026 പറ്റി പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത്? അത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സിംബാബ്വേയും അതുപോലെ നമീബിയയും കൂടിയാണ് ഹോസ്റ്റ് ചെയ്തത്. ജയിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യ ആരെ തോൽപ്പിച്ചത്? ഇംഗ്ലണ്ടിനാണ് തോൽപ്പിച്ചത്. 100 റൺസിന് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. പിന്നെ ഈ ഒരു ഈ ടൂർണമെൻറ്റ് എപ്പോഴും എങ്ങനെയാണ് നടത്തുന്നത്? 1988 മുതൽ ഓൾട്ടർനേറ്റ് ഇയേഴ്സ് ആയിട്ടാണ് നടത്തുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2024 ഇത് നടന്നിട്ടുണ്ട്. 2024 ഹോസ്റ്റ് ചെയ്ത ആരായിരുന്നു? ഹോസ്റ്റ് ചെയ്തത് സൗത്ത് ആഫ്രിക്കയാണ്. അന്നത്തെ വിന്നർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. പിന്നെ നമ്മൾ ഈ വട്ടത്തെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അതാരാണ്? വൈഭവ് സൂര്യവംശിയാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് INS ആർണല. INS ആർണല എന്ന് പറയുന്നത് ഇന്ത്യൻ നേവിയുടെ ഫസ്റ്റ് ഇൻഡിജീനിയസ് ആയിട്ട് ഡിസൈൻ ചെയ്തത്, അതും നമ്മൾ ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന അങ്ങനത്തെ ആൻറ്റി സബ്മറൈൻ
വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഏകദേശം എട്ടെണ്ണം പണിയണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ 8 ആദ്യത്തേതാണ് ഈ INS ആർണല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്തത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോസ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇത്രയും കാലം നമ്മൾ നേവിക്ക് വേണ്ടിയിട്ട് എല്ലാ ഇങ്ങനത്തെ വാട്ടർ ക്രാഫ്റ്റ്സ് ഒക്കെ നമ്മൾ ബൈ ചെയ്യുമായിരുന്നു. അങ്ങനെ ബയ്യേഴ്സ് നേവിയിൽ നിന്നും നമ്മളിപ്പം ബിൽഡേഴ്സ് നേവിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പം INS ആറിനുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടി മാർക്ക് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇൻഡിജീനിയസ്ലി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഡിസൈൻ ചെയ്തതും ബിൽഡ് ചെയ്തത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് കൊൽക്കട്ടയാണ്. അവരാണ് എന്ത് ചെയ്തത്, ഈ പറഞ്ഞ പോലെ INS ആർണല ഡിസൈൻ ചെയ്തതും ബിൽഡ് ചെയ്തതും. പിന്നെ ഇതിൻ്റെ പേര്, ഈ ആർണല എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക് ഫോർട്ടാണ്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, വാസി, മഹാരാഷ്ട്രയിലെ വാസി എന്ന് പറയുന്ന സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹിസ്റ്റോറിക് ഫോർട്ട് ഉണ്ട്. ആ ഫോർട്ടിൻ്റെ പേരാണ് ആർണല. അതിൻ്റെ പേരാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാട്ടർ ക്രാഫ്റ്റിന് കൊടുത്തിരിക്കുന്ന പേര് ആ ഒരു പേരാണ്. അപ്പം INS ആർണല എന്ന് പറഞ്ഞ ഈ പറയുന്ന ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ്സിൻ്റെ അതിൻ്റെ 8 വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് 1 ആണ് ഇത്. നമ്മുടെ ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിജീനിയസ്ലി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ആരാണ് ഡിസൈൻ ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് ഇത് ഡിസൈൻ ചെയ്തതും ബിൽഡ് ചെയ്തതും. അടുത്തത്, ആൽവാർ ഡിസ്ട്രിക്ട് ഓഫ് രാജസ്ഥാൻ ബിക്കം ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി ഇൻഷുർഡ് ഡിസ്ട്രിക്ട്. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇൻഷുർഡ് ആയിട്ടുള്ളൊരു ഡിസ്ട്രിക്റ്റാണ് രാജസ്ഥാനിലെ ആൽവാർ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. അതായത് ഈ ആൽവാർ ഡിസ്ട്രിക്റ്റിൽ, നമ്മുടെ കൺട്രിയിൽ തന്നെ ആൽവാർ ഡിസ്ട്രിക്റ്റിൻ്റെ 100% ഇൻഷുറൻസ് കവറേജ് ഉള്ള അത് അറ്റൈൻ ചെയ്തിട്ടുള്ളൊരു ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ ഇൻഷുറൻസ് ഫോർ ഓൾ ബൈ 2047 എന്ന് പറയുന്ന ഒരു സെൻറ്ററിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. ഈ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് ആൽവാർ ഡിസ്ട്രിക്റ്റിൽ 100% ഇൻഷുറൻസ് കവറേജ് അറ്റൈൻ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ ഇൻഷുറൻസ് ഫോർ ഓൾ ബൈ 2047 എന്ന് പറയുന്നത് ഒരു ജോയിൻറ്റ് ഇനിഷ്യേറ്റീവാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയും, ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട്, മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ അണ്ടറിൽ വരുന്ന ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ജോയിൻ്റ് ആയിട്ട് കൊണ്ടുവന്ന ഒരു ഇനിഷ്യേറ്റീവാണ് ഇൻഷുറൻസ് ഫോർ ഓൾ ബൈ 2047 എന്ന് പറയുന്നത്. അതിപ്പോൾ അറ്റൈൻ ചെയ്തു, രാജസ്ഥാനിലുള്ള ആൽവാർ ഡിസ്ട്രിക്റ്റ് അത് അറ്റൈൻ ചെയ്തു. 100% ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്ന ആ ഒരു സംഭവം അറ്റൈൻ ചെയ്തിട്ടുണ്ട്. അടുത്ത് നോക്കുകയാണെങ്കിൽ OM ബിർള ലോഞ്ചസ് വിധാൻ ആപ്പ് അറ്റ് ബീഹാർ അസംബ്ലി. ലോക്സഭ സ്പീക്കർ ആയിട്ടുള്ള ഓം ബിർള എന്ത് കൊണ്ടുവന്നു, നാഷണൽ വിധാൻ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നു. ബീഹാർ അസംബ്ലിയിലാണ് ഇത് കൊണ്ടുവന്നത്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെജിസ്ലേറ്റീവ് പ്രോസസ്സുകളെല്ലാം പേപ്പർലെസ് ആക്കുക. പ്രോഗ്രാം എല്ലാം പ്രോസസ്സ് എല്ലാം പേപ്പർലെസ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ബീഹാർ അസംബ്ലി അങ്ങനെ ആ അസംബ്ലിയിൽ വെച്ചിട്ടാണ് നമ്മുടെ ലോക്സഭ സ്പീക്കർ ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർലെസ് ലെജിസ്ലേറ്റീവ് പ്രോസസ് ബൈ എക്വിപ്പിംഗ് ദ മെമ്പേഴ്സ് വിത്ത് ഡിജിറ്റൽ ആക്സസ് ടു ഇൻഫോർമേഷൻസ്. അതായത് അവിടെയുള്ള മെമ്പേഴ്സിനെല്ലാം ഈ പേപ്പറിലുള്ള കാര്യങ്ങൾ മാറ്റിയിട്ട് അവരെ കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ് ചെയ്യുക. എല്ലാ ഇൻഫോർമേഷൻസും ഡിജിറ്റൽ ആക്സസ് കൊടുക്കുക. അവർക്ക് ഡിജിറ്റലായിട്ട് എല്ലാ ഇൻഫോർമേഷൻസും നോക്കാൻ അതിന് ആക്സസ് കൊടുക്കുക. അതുപോലെ തന്നെ നാഷണൽ ഡേറ്റ ബിൽഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വിധാൻ ആപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വിധാൻ ആപ്പ് ലോഞ്ച് ചെയ്തത് ആരാണ്, നമ്മുടെ ലോക്സഭ സ്പീക്കർ ആയിട്ടുള്ള OM ബിർളയാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഇവിടെ വെച്ചാണ്, ബീഹാർ അസംബ്ലിയിൽ വെച്ചാണ് ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ മെയിൻ അവരുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർലെസ് ലെജിസ്ലേറ്റീവ് പ്രോസസ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ എയിം. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൺഡേയിലെ കറണ്ട് അഫയേഴ്സ്. ഇനി അടുത്ത കറണ്ട് അഫയേഴ്സ് അടുത്ത ആൾ പറയും. അടുത്തതായിട്ട് ബുധനാഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് 11th ഫെബ്രുവരിത്തെ. അപ്പോൾ 11th ഫെബ്രുവരിയുടെ ഡേയ്സിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ 11th ഫെബ്രുവരി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് വുമൺ ആൻഡ് ഗേൾസ് ഇൻ സയൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അതായത് സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിൽ വുമൺസ് വഹിക്കുന്ന ക്രിട്ടിക്കൽ റോൾസ് അതിനൊക്കെ റെക്കഗ്നൈസ് ചെയ്യാവുന്ന ഇതിൻ്റെ പേരിലാണ് ഒരു UN കീഴിൽ ഇൻ്റർനാഷണൽ ഡേ ഓഫ് വുമൺ ആൻഡ് ഗേൾസ് ഇൻ സയൻസ് എന്നൊരു ഡേ ആചരിക്കുന്നത്. ഇത് 2015 തൊട്ടിട്ട് UN
ആചരിക്കുന്നുണ്ട്. 2026 തീം എന്ന് പറയുന്നത് ഫ്രം വിഷൻ ടു ഇമ്പാക്ട് റീഡിഫൈനിങ് സ്റ്റെം ബൈ ക്ലോസർ ദ ജെൻഡർ ഗ്യാപ്പ് എന്നുള്ളതാണ്. അടുത്തത് 11th ഫെബ്രുവരി വേൾഡ് യുനാനി ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. യുനാനി എന്ന് പറയുന്നത് മെഡിസിനിലെ ഒരു ഏൻഷ്യൻ്റ് ഗ്രീക്ക് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ബേസ് ചെയ്യുന്നത് ടീച്ചിങ്സ് ഓഫ് ഹിപ്പോക്രേറ്റ്സിൻ്റെ ടീച്ചിങ്സ് ഒക്കെ ആണ്. 460 BC തൊട്ടുള്ള അറിവുകളൊക്കെ വെച്ചിട്ടാണ് യുനാനി മെഡിസിന് ഇതാക്കുന്നത്. അപ്പോൾ യുനാനിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളായിട്ടുള്ള യുനാനി ഫിസിഷ്യനും എഡ്യൂക്കേറ്ററും ഫ്രീഡം ഫൈറ്ററും ആയിട്ടുള്ള ഹക്കിം അജ്മൽ ഖാൻ്റെ ബർത്ത് ആനിവേഴ്സറി ആണ് 11th ഫെബ്രുവരി. അപ്പോൾ ആ ഒരു ദിവസമായിട്ട് ആണ് യുനാനി ഡേ ആചരിക്കുന്നത്. അടുത്തതായിട്ട് 11th ഫെബ്രുവരി വേൾഡ് ഡേ ഓഫ് സിക്ക് എന്ന പേരിലും ആചരിക്കുന്നുണ്ട്. അതായത് കത്തോലിക്സ് ആണ് ഈ ഒരു ഡേ ആചരിക്കുന്നത്. അസുഖങ്ങൾ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ് വേൾഡ് ഡേ ഓഫ് സിക്ക് എന്ന പേരിൽ ആനുവലി കത്തോലിക്സ് ഈ ഒരു ഡേ ആചരിക്കുന്നത്. അടുത്തത് നരവാനേസ് ബുക്ക് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി അതിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഫോർമർ ആർമി ചീഫ് ആയിട്ടുള്ള മനോജ് മുകുന്ദ് നരവാനെ ഒരു പുതിയ പുസ്തകമാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബുക്ക് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യ ആണ് ഇതിൻ്റെ പബ്ലിഷിംഗ് റൈറ്റ് ഉള്ളത് ഈ പുസ്തകത്തിന്. അപ്പോൾ ഈ ഒരു പുസ്തകത്തെ ചൊല്ലി ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പുസ്തകത്തെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നത്. അടുത്തതായിട്ട് ലോക്സഭ സ്പീക്കറായിട്ടുള്ള ഓം ബിർളയ്ക്കെതിരെ ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ ഓപ്പോസിഷൻ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിനാണ് ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ കൊടുക്കുക. അപ്പോൾ ഇത് ലോക്സഭയിൽ ഇത് ചെയ്യാൻ പറ്റും, എന്നാൽ രാജ്യസഭയിലോ കൗൺസിൽ ഓഫ് സ്റ്റേറ്റിലോ ഇങ്ങനെ ഒരു പ്രോസസ്സ് ഇല്ല. അപ്പോൾ ഇതിന് ഈ ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കുറേ പ്രോസസ്സ് ഉണ്ട് അത് നടത്തണമെങ്കിൽ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ മെജോറിറ്റി ഓഫ് ദ മെമ്പർ ഓഫ് ദ ഹൗസ് MP-മാരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലാണ് അതിൻ്റെ ഫർദർ പ്രോസസ്സ് നടക്കുള്ളൂ. പിന്നെ അതിനെപ്പറ്റി വേറെ പറയാനുള്ളതൊന്ന്, ഇങ്ങനൊരു നോൺ കോൺഫിഡൻസ് മോഷൻ നൽകാനുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 94C ആണ്. ഇതിൻ്റെ അണ്ടറിലാണ് ഇത് വരിക. അടുത്തതായി ഇന്ത്യ കൺഫേം വിത്ത് കൺട്രി ഓഫ് ദി ഇയർ അറ്റ് ബയോഫാക്ട് 2026 ഇൻ ജർമ്മനി. ഇപ്പോൾ ജർമ്മനിയിൽ വെച്ച് നടക്കുന്ന ഫെബ്രുവരിയിൽ ജർമ്മനിയിൽ വെച്ച് നടക്കുന്ന ബയോഫാക്ട് 2026 കൺട്രി ഓഫ് ദി ഇയർ ആയിട്ട് ഇന്ത്യയെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ബയോഫാക്ട് എന്ന് പറയുന്നത് ഓർഗാനിക് പ്രൊഡക്ട്സിൻ്റെ വേൾഡിൽ തന്നെ ലീഡിങ് ആയിട്ടുള്ള ഒരു ട്രേഡ് ഫെയറിനാണ് ഒരു ബയോഫാക്ട് 2026 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൺട്രി ഓഫ് ദി ഇയർ ആയിട്ട് ഇന്ത്യയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇതിൽ പങ്കെടുക്കുന്നത് അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്നത് ഓർഗാനിക് പ്രൊഡക്ട്സ് ആയിട്ടുള്ള റൈസ്, ഓയിൽ സീഡ്സ്, ഹെർബ്സ്, സ്പൈസസ്, പൾസസ് അങ്ങനെയുള്ള ഒരുപാട് ഓർഗാനിക് പ്രൊഡക്ട്സ് ഇതിൻ്റെ ഭാഗമായിട്ട് ഷോക്കേസ് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്തതായിട്ട് ഡൽഹി ഗവൺമെൻറ് പാർട്ട്നേഴ്സ് ഭാരത് ടാക്സി ഫോർ കോപ്പറേറ്റീവ് മൊബിലിറ്റി സർവീസ്. അപ്പോൾ മൊബിലിറ്റി സർവീസിന് വേണ്ടിയിട്ട് ഡൽഹി ഗവൺമെൻറ് ഭാരത് ടാക്സിയുമായിട്ട് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഡൽഹി ഗവൺമെൻറ്റും ഭാരത് ടാക്സിയും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പോവാണ്. അടുത്തതായിട്ടുള്ളത് ഇന്ത്യ ജെംസ് 4 പ്ലേസസ് ഇൻ നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2025. അപ്പോൾ 2025 നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സിൽ ഇന്ത്യ 2024 49th പൊസിഷൻ ആയിരുന്നു. അതിപ്പോൾ ഒരു 4 പ്ലേസ് ജമ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 2025 ആയപ്പോഴത്തേക്കും 45 പൊസിഷനിൽ ഇന്ത്യക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സിൽ മെയിനായിട്ട് നോക്കുന്നത് നെറ്റ്വർക്ക് റെഡിനെസ് ഓഫ് 127 എക്കണോമീസ് ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് അക്രോസ് 4 പില്ലേഴ്സ്. മെയിനായിട്ട് ടെക്നോളജി, പീപ്പിൾ, ഗവർണൻസ് ആൻഡ് ഇമ്പാക്ട്സ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ്, അതിൻ്റെ നെറ്റ്വർക്ക് റെഡിനെസ് വെച്ചിട്ടാണ് ഈ ഒരു ഇൻഡെക്സിൽ ഓരോ രാജ്യത്തെയും ലിസ്റ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഫസ്റ്റ് ഗ്ലോബൽ AI സമ്മിറ്റ് ഇൻ ഗ്ലോബൽ സൗത്ത്, അതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്ത്യ AI ഇമ്പാക്ട് സമ്മിറ്റ് 2026 ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് ഗ്ലോബൽ സൗത്തിൽ തന്നെ ഫസ്റ്റ് ഗ്ലോബൽ AI സമ്മിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് 100+ കൺട്രീസോളം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഡ്രാഗൺ ഹോളിനെ കുറിച്ചാണ്. ഡ്രാഗൺ ഹോൾ എന്ന് പറഞ്ഞാൽ വേൾഡിലെ തന്നെ ഡീപ്പസ്റ്റ് നോൺ അണ്ടർ വാട്ടർ സിങ്ക് ഹോളാണ് ഡ്രാഗൺ ഹോൾ. ഡ്രാഗൺ ഹോൾ സിറ്റുവേറ്റ് ചെയ്യുന്നത് സൗത്ത് ചൈന സീയിലാണ്. ഡ്രാഗൺ ഹോളിന് സൻഷാ യോങ്കൽ ബ്ലൂ ഹോൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ബുധനാഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് നമ്മൾ ചൊവ്വാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയാണ് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ചൊവ്വാഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. അപ്പോൾ 10-ാം തീയതിയാണ്. അപ്പോൾ ഈ 10-ാം തീയതി എന്ന് പറയുന്നത് നാഷണൽ ഡിവോമിംഗ് ഡേ ആണ്. അതുപോലെ തന്നെ വേൾഡ് പൾസസ് ഡേ ആണ്. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ദ അറേബ്യൻ ലെപ്പേർഡ്. ഒരു 3 ഡേയും കൂടിയാണ് ഫെബ്രുവരി 10-ാം തീയതി സ്പെഷ്യൽ ഡേ ആയിട്ട് വരുന്നത്. പിന്നെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി മലേഷ്യ വിസിറ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മലേഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു ട്രേഡ്, ഡിഫൻസ്, സെക്യൂരിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഡീപ്പനിങ് ചെയ്യുക, അതുപോലെ തന്നെ കുറേ പ്രൊജക്റ്റുകൾ കൊണ്ടുവരിക, അതൊക്കെയാണ് പറയുന്നത്. മെയിനായിട്ടുള്ള 2-3 പറയുകയാണെങ്കിൽ ഇപ്പോൾ മലേഷ്യയിൽ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതേപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റും മലേഷ്യൻ ഗവൺമെൻറ്റും തമ്മിലുള്ളൊരു ഓഡിയോ വിഷ്വൽ കോ പ്രൊഡക്ഷൻ എഗ്രിമെൻറ്റ് കൊണ്ടുവരാം. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി മലേഷ്യയിലുള്ളൊരു മലായ യൂണിവേഴ്സിറ്റിയിൽ ഒരു തിരുവള്ളൂർ സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതേപോലെ തന്നെ തിരുവള്ളൂർ സ്കോളർഷിപ്പ് മലേഷ്യൻ നാഷണൽസിന് വേണ്ടിയിട്ട് ഇതാക്കുക. അതൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ അടുത്ത ന്യൂസ് പറയുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി തന്നെ ഒരു സ്പെഷ്യൽ എക്കണോമിക് പാക്കേജ് അനൗൺസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സീഷെൽസിന് വേണ്ടിയിട്ട് $175 മില്യൺ ഒരു പ്രോജക്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മുംബൈയിൽ വെച്ച് നടന്നിട്ടുള്ളൊരു റൗണ്ട് ടേബിൾ ബിസിനസ് മീറ്റിങ്ങിൽ ഒരു മാരിടൈം ട്രേഡ് ബ്ലൂ എക്കണോമിക് കോർപ്പറേഷൻ മീറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ ഇടയിലാണ് സീഷെൽസുമായിട്ട്, അതൊരു ഐസ്ലാൻഡാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നൊരു ഡിസ്കഷൻ ആയിരുന്നു. ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു $175 മില്യൺ ഒരു പ്രോജക്റ്റ് ഒരു സ്പെഷ്യൽ എക്കണോമിക് പാക്കേജ് കൊണ്ടുവരുന്നത്. ഇനി ഈ ഒരു ഐസ്ലാൻഡ് വരുന്നത് ഇന്ത്യൻ ഓഷ്യൻ്റെ വെസ്റ്റേൺ റീജിയനിലാണ് വരുന്നത്. ഇനി അടുത്ത ന്യൂസ് പറയുകയാണെങ്കിൽ സാനെ തക്കായിച്ചി ജപ്പാൻ്റെ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ആണ്. അതൊരു മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ആയിരുന്നു. അവിടെയാണ് ആദ്യമായിട്ടൊരു ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ വരുന്നത്. പിന്നെ അടുത്ത ന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീക്കിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ നിക്കോസും ഇന്ത്യൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗും കൂടിയിട്ട് ഒരു ഡൽഹിയിൽ വെച്ചിട്ടൊരു ബയലാറ്ററൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. പിന്നെ വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സയൻറ്റിസ്റ്റുകൾ ഒരു ആശങ്ക ഇതാക്കിയിരിക്കുകയാണ്. തൈവൈറ്റ്സ് ഗ്ലേഷ്യർ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഐസ്ലാൻഡ് ഒരു കൺട്രിയുടെ അത്ര വരുന്നതാണ് പറയുന്നത്. വെസ്റ്റ് അന്റാർട്ടിക്കയിലുള്ളൊരു ലാർജ് ഐസ്ലാൻഡാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാഷ്യർ ഉരുകും തോറും സീ ലെവൽ ഉയരാൻ തുടങ്ങും. അപ്പോൾ അത് ഭാവിയിലോട്ട് വളരെ ബുദ്ധിമുട്ട്, ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. പിന്നെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഏഷ്യൻ ഇൻഫോർമേഷൻ സർവീസ് എന്നാണ് അതിൻ്റെ ഫൗണ്ടേഷൻ ഡേൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു ഓഷ്യൻ ഇൻഫോർമേഷൻ സർവീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ജെല്ലി AIP ജെല്ലി ഫിഷ് അഗ്രിഗേഷൻ ഇൻഫോർമേഷൻ ഇൻ്ററാക്റ്റീവ് പോർട്ടൽ
ഇതിൻ്റെ ഹോട്ട്സ്പോട്ട്, മാപ്പിംഗ് അനാലിസിസ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ജെല്ലി ഫിഷ് അഗ്രിഗേഷൻ, സ്വാമിങ്, അതിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്ന ആപ്പ് സമുദ്ര 2.0 മൊബൈൽ ആപ്പാണ്. ഇതൊരു എന്താണ് ഫിഷർമാൻസ് അവർക്കൊക്കെ എന്താണ് വാർണിംഗ് കൊടുക്കുക, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് സിവാസ് ആണ്, സ്വെൽ സെർച്ച് ഇൻയൂഡേഷൻ വൾണറബിലിറ്റി അഡ്വൈസറി സിസ്റ്റം. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലഡ് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ കോസ്റ്റൽ തീരത്തുള്ള ആൾക്കാരെ അറിയിക്കുക, അലേർട്ട് കൊടുക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. കേരള തീരത്ത് ഇപ്പോൾ അത് കറൻ്റ്ലി വർക്കിംഗ് ആണെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പർനിക്കസ് സെനീറ്റർ 2 മിഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. യൂറോപ്യൻ സ്പേസ് ഏജൻസി കൊണ്ടുവന്നിട്ടുള്ളൊരു സംഭവമാണിത്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എർത്തിനെ ഒബ്സർവ് ചെയ്യുക, ആ ഒരു പ്രോഗ്രാമാണ്, മോണിറ്ററിങ് ചെയ്യാം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എർത്ത് സർഫേസിൽ നടക്കുന്ന കാര്യങ്ങൾ മോണിറ്ററിങ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത് ചെയ്യുന്നത്. കോപ്പർനിക്കസ് സെനീറ്റർ 2 മിഷൻ എന്ന് പറയുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുന്നത് പഞ്ചാബ് പോലീസ് ഓപ്പറേഷൻ പർഹാറിന്റെ 2nd ഫേസ് ലോഞ്ച് ചെയ്തതാണ് പറയുന്നത്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 72 മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ എന്താണ് ക്രിമിനൽസിനൊക്കെ കണ്ടുപിടിക്കാം. ആ ഒരു പ്രോജക്റ്റാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയെന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 2nd ഫേസ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ 10-ാം തീയതി ചൊവ്വാഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് വരുന്നത്. ഇന്ന് നമുക്ക് വ്യാഴാഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. വ്യാഴാഴ്ചത്തെ നോക്കുകയാണെങ്കിൽ 12th ഫെബ്രുവരി ആണ്. 12th ഫെബ്രുവരി എന്ന് പറയുമ്പോൾ നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ ആയിട്ടാണ് പറയുന്നത്. നാഷണൽ പ്രൊഡക്ടിവിറ്റി കൗൺസിലിൻ്റെ ഫൗണ്ടിങ് ഡേൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഇന്ത്യൻ പ്രൊഡക്ടിവിറ്റി വീക്കായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് ഫെബ്രുവരി 12 മുതൽ 18 വരെയാണ്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത്, ഈ ഒരു വീക്കിൻ്റെ തീം എന്ന് പറയുന്നത് ക്ലസ്റ്റേഴ്സ് ആസ് ഗ്രോത്ത് എഞ്ചിൻ മാക്സിമൈസിങ് പ്രൊഡക്ടിവിറ്റി ഇൻ MSMEs. അതാണ് ഈ ഒരു വർഷത്തെ നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേൻ്റെ തീം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹി ഗവൺമെൻറ് ഒരു ലഖ്പതി ബീട്ടിയ യോജന എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൽഹിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള രേഖ ഗുപ്തയാണ് ഈ ഒരു ഡൽഹി ഗവൺമെന്റിന്റെ അണ്ടറിൽ ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 2008 ലാഡി സ്കീം റീസ്ട്രക്ചർ അല്ലെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു വീട്ടിൽ 2 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭിക്കുന്നതാണ് പറയുന്നത് ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ലാഡി സ്കീം 2008 ലാഡി സ്കീം റീകൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഈ ഒരു പുതിയൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ന്യൂസ് മുംബൈ കോസ്റ്റൽ റോഡ് ടു ഗെറ്റ് കൺട്രി ഫസ്റ്റ് മെലോഡി റോഡ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫസ്റ്റ് മെലോഡി റോഡ് മുംബൈ കോസ്റ്റൽ തീരത്ത് കൊണ്ടുവരാൻ പോവുകയാണ്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ മ്യൂസിക് ടെക്നോളജിയാണ് നമ്മുടെ മുംബൈ കോസ്റ്റൽ റൂട്ടിലാണ് ഇത് നടത്താൻ പോകുന്നത്. ബ്രിഹാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഈ ഒരു കൊണ്ടുവരുന്നത്. ഇപ്പോൾ 60 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ആ ഒരു സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾ പോകുമ്പോൾ എന്താണ് ജയ്ഹോ എന്ന് പറയുന്ന ഒരു സോങ് ഇതാക്കുന്നതാണ് പറയുന്നത്. അതാണ് ഇതിൽ പറയുന്നത്. മിനിസ്റ്റർ ദേവേന്ദ്ര ഫാദ്നാവിസ് ആണ് ചീഫ് മിനിസ്റ്റർ ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഈ ഒരു മെലോഡി റോഡ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് 500 മീറ്റർ ആണ് ഈ ഒരു മ്യൂസിക്കൽ സ്ട്രെങ്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ UAE, അതുപോലെ തന്നെ സൗത്ത് കൊറിയ, ജപ്പാൻ, അവിടെയൊക്കെ ഓൾറെഡി ഒരു ടെക്നോളജി ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തതാണ്. 2007 ജപ്പാനാണ് ആദ്യമായിട്ട് ഒരു മ്യൂസിക്കൽ റോഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് തന്നെ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവരാൻ പോകുന്നത് മുംബൈ കോസ്റ്റൽ തീരത്താണ്, കോസ്റ്റൽ റോഡിലാണ് ഈ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. പിന്നെ അടുത്ത ന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ സുരക്ഷയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നൈറ്റ് ടൈം ക്രൈം ഇൻ ബാംഗ്ലൂരു സിറ്റീസിലൊക്കെ എന്താണ് നൈറ്റിൽ നടക്കുന്ന ക്രൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ സുരക്ഷ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ആൻറ്റി സോഷ്യൽ ബിഹേവിയേഴ്സ് ഒക്കെ രാത്രി കാലങ്ങളിൽ കണ്ടുവരാണെങ്കിൽ അതിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നെർക്കോട്ടിക് കാര്യങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ എന്താണ്
നൈറ്റിൽ ഈ പബ്ലിക് സ്പേസിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ സുരക്ഷ എന്ന് പറയുന്ന പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാണ് ചൊവ്വാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും കറണ്ട് അഫയേഴ്സ്. ഇനി അടുത്ത ആളെടുക്കട്ടോ. ഓക്കെ, അടുത്ത് നമുക്കിനി നോക്കാനുള്ളത് ഫെബ്രുവരി 13 ആണ്. അപ്പോൾ ഫെബ്രുവരി 13 എന്ന് പറയുന്നത് എന്താണ്? വേൾഡ് റേഡിയോ ഡേ ആണ്. അപ്പോൾ ഈ വേൾഡ് റേഡിയോ ഡേ നമ്മൾ എല്ലാ വർഷവും ഫെബ്രുവരി 13 നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യുണൈറ്റഡ് നേഷൻസ് റേഡിയോ എന്ന് പറയുന്ന ഒരു സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് 1946. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്, അത് കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫെബ്രുവരി 13 വേൾഡ് റേഡിയോ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ വട്ടത്തെ 2026 തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഈസ് എ ടൂൾ നോട്ട് എ വോയിസ് എന്നുള്ളതാണ് അതിൻ്റെ തീം. ഇനിയും നമ്മൾ രാം സിംഗ് പൗത് എന്ന് പറയുന്ന ആൾ ഉത്തർപ്രദേശിലെ അമരോഹ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആളാണ്. അപ്പോൾ ആളെ നമ്മൾ റേഡിയോ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ആൾക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. 2025 ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഏറ്റവും കൂടുതൽ റേഡിയോയുടെ കളക്ഷൻ, വേൾഡ്സ് ലാർജസ്റ്റ് കളക്ഷൻ ഓഫ് റേഡിയോ ഉള്ളതുകൊണ്ട് ആ ഒരു വേൾഡ് റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആളെ റേഡിയോ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. എത്ര റേഡിയോസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1257 റേഡിയോസ് ആണ് ഉള്ളത്. അത്രയും റേഡിയോസിൻ്റെ കളക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആൾക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടുകയും ചെയ്തു. അതുപോലെ ആളെ എന്താണ് പറയുന്നത്? റേഡിയോ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അപ്പം വേൾഡ് റേഡിയോ ഡേ എന്നാണ് ചോദിക്കുകയാണെങ്കിൽ ഫെബ്രുവരി 13 ആണ്. അത് നമ്മൾ യുണൈറ്റഡ് നേഷൻ റേഡിയോ എസ്റ്റാബ്ലിഷ് ചെയ്തത് കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഈ വർഷത്തെ അതിൻ്റെ തീം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ റേഡിയോ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഈസ് എ ടൂൾ നോട്ട് എ വോയിസ് എന്നുള്ളതാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്. പിന്നെ രാം സിംഗ് എന്ന് പറയുന്ന ആളെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? ഈ പറഞ്ഞ പോലെ റേഡിയോ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് വിളിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ആളുടെ കയ്യിൽ എന്തുണ്ട്? റേഡിയോയുടെ കളക്ഷൻ ഉണ്ട്. അങ്ങനെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ആളെ നമ്മൾ റേഡിയോ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കാറുണ്ട്. ഇനി ഫെബ്രുവരി 13 നാഷണൽ വുമൻസ് ഡേ കൂടിയാണ്. സരോജിനി നായിഡു നമ്മുടെ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആളുടെ ബർത്ത് ആനിവേഴ്സറി ആണ് നമ്മൾ എന്തായിട്ട് കാണുന്നത്? നാഷണൽ വുമൻസ് ഡേ ആയിട്ട് കാണുന്നത്. അപ്പം നമ്മൾ ഇനി സരോജിനി നായിഡുവിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് വുമൺ ഫ്രം ഇന്ത്യയിൽ നിന്നുള്ള ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് കൂടെയായിരുന്നു സരോജിനി നായിഡു എന്ന് പറഞ്ഞത്. ആൾക്ക് ഏത് സെഷനിൽ വെച്ചിട്ടാണ് ആൾക്ക് ഈ ഒരു സ്ഥാനം കിട്ടുകയെന്ന് വെച്ചാൽ കാൺപൂർ സെഷനിൽ വെച്ചിട്ടാണ് 1925. അപ്പം കാൺപൂർ സെക്ഷൻ 1925 വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ അന്നത്തെ പ്രസിഡന്റ് ആയിട്ട് എലക്ട് ആവുന്നത് ആരാണ്? സരോജിനി നായിഡു ആണ്. അപ്പോൾ ആളാണ് ഇന്ത്യയിൽ നിന്നുള്ള ഫസ്റ്റ് വുമൺ ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത്. അതിനുശേഷം ഇൻഡിപെൻഡൻസിന് ശേഷം ഉത്തർപ്രദേശിലെ ഫസ്റ്റ് ഗവർണർ കൂടിയായിരുന്നു. പിന്നെ അത് കൂടാണ്ട് ആളുടെ കുറേ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി ചെയ്തിട്ട് കുറേ വർക്കുണ്ട്, കുറേ പോയട്രി വർക്കുകളും ആൾക്കുണ്ട്. അപ്പം നാഷണൽ വുമൻസ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെ ബർത്ത് ആനിവേഴ്സറി ആണ് നാഷണൽ വുമൻസ് ഡേ ആയിട്ട് നോക്കുന്നത്? സരോജിനി നായിഡുവിൻ്റെ ആണ്. സരോജിനി നായിഡു ആണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് വുമൺ ഫ്രം ഇന്ത്യ എന്ന പ്രസിഡൻ്റായിട്ട് വന്നത്. പിന്നെ അത് മാത്രമല്ല ഇൻഡിപെൻഡൻസിന് ശേഷം ഫസ്റ്റ് ഗവർണർ ഓഫ് ഉത്തർപ്രദേശ് കൂടിയായിരുന്നു സരോജിനി നായിഡു. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ അരയല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോലീസ് അക്ക എന്ന് പറഞ്ഞ ഒരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇനിഷ്യേറ്റീവിൽ മൊത്തം 8 വുമൺ കോൺസ്റ്റബിൾസ് ഉണ്ടാവും. ഇവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്തുള്ള ആ ഒരു ഏരിയയിലുള്ള ആ ഒരു സ്ഥലത്തുള്ള എല്ലാ കോളേജസിലും വിസിറ്റ് ചെയ്തിട്ട് അവിടെയുള്ള ഫീമെയിൽ സ്റ്റുഡൻസിൻ്റെ എല്ലാം എടുത്ത് ചെന്ന് അവരുടെ കാര്യങ്ങൾ, അവരുടെ സേഫ്റ്റി, അവരുടെ സെക്യൂരിറ്റി, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ അന്വേഷിച്ച് അതുപോലെ അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ അരയല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തുടങ്ങിയൊരു ഇനിഷ്യേറ്റീവാണ് പോലീസ് അക്ക എന്ന് പറയുന്നത്. ഇതിൽ മൊത്തം എത്ര പേരുണ്ടാവും? 8 പേരാണുള്ളത്. 8 വുമൺ കോൺസ്റ്റബിൾസ് ആണുള്ളത്. ഇവരാണ് പോലീസ് അക്ക എന്നുള്ള നെയിമിൽ അറിയപ്പെടുന്നത്. അപ്പം ഇവർ കോളേജസിൽ വിസിറ്റ് ചെയ്യും, അവിടെയുള്ള പെൺകുട്ടികളുമായിട്ട് സംസാരിച്ച് അവരുടെ കൺസേൺസ് ഒക്കെ മനസ്സിലാക്കി അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുക, അവരുടെ സേഫ്റ്റി സെക്യൂരിറ്റി നോക്കുക, ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഗോവയിൽ ഫസ്റ്റ് ബയോഡൈവേഴ്സിറ്റി കൾച്ചറൽ മാപ്പ് കിട്ടാനായിട്ട് അത് അവർ ഇങ്ങനെ ഗോവ റെഡി ആയിട്ടിരിക്കുക, അത് റിസീവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് ഡെവലപ്പ് ചെയ്ത് WWF ഇന്ത്യ ആണ്. അപ്പോൾ ഇവർ ഈ ഒരു ഗൈഡിനകത്ത് ഈ ഒരു ബയോഡൈവേഴ്സിറ്റി കൾച്ചറൽ മാപ്പ് എന്ന് പറയുന്നത് ഒരു ചൈൽഡ് ഫ്രണ്ട്ലി വിഷ്വൽ ഗൈഡാണ്. അതിനകത്ത് 48 കോമൺലി ഫൗണ്ട് സ്പീഷീസുകളും അതുപോലെ തന്നെ
ഗോവയിലുള്ള ട്രഡീഷണൽ ആർട്ട് ഫോംസുകളും കൂടി ഉള്ള ഒരു മാപ്പാണ് ഇത്. ആ ഒരു മാപ്പ് നമ്മുടെ ഗോവ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് റിലീസ് ചെയ്യും. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഗോവയിലുള്ള ഒരു ട്രഡീഷണൽ ഗോവൻ മ്യൂറൽ ആർട്ടാണ് ഈ പറഞ്ഞ കാവി ആർട്ട് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? അത് നമ്മൾ ഒരു റെഡ് ലാറ്ററൈറ്റ് പിഗ്മെൻറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഗോവൻ മ്യൂറൽ ആർട്ടാണ് കാവി ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഗോവയ്ക്ക് പുതിയൊരു ഗോവയ്ക്ക് ആദ്യമായിട്ടൊരു ബയോഡൈവേഴ്സിറ്റി കൾച്ചറൽ മാപ്പ് കിട്ടുകയാണ്. അത് എന്നാണ് റിലീസ് ചെയ്യുന്നത്? ഗോവൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നാണ് അത് റിലീസ് ചെയ്യുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത്? 48 കോമൺലി ഫൗണ്ട് സ്പീഷീസും അതുപോലെ തന്നെ ഗോവയുടെ ട്രഡീഷണൽ ആർട്ട് ഫോംസും ആണ് ഈ ഒരു മാപ്പിനകത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഗോവയിലുള്ള ഒരു മ്യൂറൽ ആർട്ടിനെ പറ്റി പറഞ്ഞു, അതാണ് കാവി ആർട്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആർട്ട് ചെയ്യുന്നത്? റെഡ് ലാറ്ററൈറ്റ് പിഗ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ആർട്ട് നമ്മൾ ചെയ്യുന്നത്. അടുത്തത് നമ്മളിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് വന്ദേ മാതരത്തിൻ്റെ 6 സ്റ്റാൻസേഴ്സ് മാൻഡറ്ററി ആക്കിയിരിക്കുകയാണ്. അവർ കുറേ ഫങ്ഷൻസിന് ഈ പറയുന്ന വന്ദേ മാതരത്തിലെ ആദ്യത്തെ 6 സ്റ്റാൻസുകൾ പാടണം എന്ന് അവർ നിർബന്ധമാക്കി. ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ് ഈ ഒരു ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തുകൊണ്ട് അവരെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ദേ മാതരത്തിൻ്റെ ഒരു 6 സ്റ്റാൻസുകളും നമ്മൾ പാടണം, എല്ലാ ഒഫീഷ്യൽ ഫങ്ഷൻസിലും പാടണം എന്നവർ ഒരു ഗൈഡ് ലൈൻ ഇറക്കി. ഇതിൻ്റെ ഒഫീഷ്യൽ കമ്പോസിഷൻ ചെയ്തത് ആരാണ്? ഈ വന്ദേ മാതരത്തിൻ്റെ കമ്പോസിഷൻ ചെയ്ത ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അന്ന് നമ്മൾ ജസ്റ്റ് ഒരു സ്പെസിഫിക് ഫങ്ഷൻസിലായിരുന്നു പറയുന്നത്. പക്ഷെ ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എല്ലാ മേജർ ഫങ്ഷൻസിനും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫങ്ഷൻസിനും അത് പാടണം എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ പറഞ്ഞിരിക്കുന്നത് 3 minutes and 10 seconds ആണ്. ഇത് മെയിനായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഫങ്ഷന്, അതുപോലെ തന്നെ പ്രസിഡന്റ് വരുന്നത് മുൻപും പോയതിന് ശേഷവും ഈ 2 സമയത്ത് നമ്മളിത് പാടണം എന്ന് മാൻഡറ്ററി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം വന്ദേ മാതരത്തിൻ്റെ 6 സ്റ്റാൻസേഴ്സ് മാൻഡറ്ററി ആയിട്ട് നമ്മൾ ഒഫീഷ്യൽ ഫങ്ഷൻസിന് പാടണമെന്ന് സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മൾ പറയുന്നത് PM സ്വരാജ് പോർട്ടലിനെ പറ്റിയിട്ടാണ്. ഈ PM സ്വരാജ് പോർട്ടൽ എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ആണ്. 2024 ഇത് അവർ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസഡ്വാൻറ്റേജ്ഡ് സെക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ അണ്ടർ പ്രിവിലേജ്ഡ് സെക്ഷനിൽ നിന്നുള്ള എൻ്റർപ്രിനേഴ്സിന് അവർക്കൊരു ക്രെഡിറ്റ് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു PM സ്വരാജ് പോർട്ടൽ കൊണ്ടുവന്നത്. അപ്പോൾ ഈ PM സ്വരാജ് എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമന്ത്രി സാമജിക് ഉത്ഥാൻ ഏവം റോസ്ഗാർ അധിരിത് ജനകല്യാൺ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? അണ്ടർ പ്രിവിലേജ്ഡ് സെക്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അവർക്ക് എന്ത് ചെയ്യാം? ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ അവരുടെ പ്രോഗ്രസ്, അതായത് അവർക്ക് എത്ര ലോണുകൾ അവൈലബിൾ ആണ്, അവരുടെ ക്രെഡിറ്റ് സ്കീമുകൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാനും അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം അവർ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇത് മെയിനായിട്ടും ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തത്. അത് മാത്രമല്ല ഒരു പുതിയ ന്യൂ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു പോർട്ടലിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ ലോൺസ് കൊടുക്കുന്നത് ബിസിനസ് സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ടാണ് ഇവർ ലോൺ കൊടുക്കുന്നത്. ബിസിനസ് ലോൺസ് നമുക്ക് ഏകദേശം ഒരു 15 lakh ലോൺസ് വരെ കൊടുക്കുക. അത് അവൈലബിൾ അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്, വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഇത്രയും ലോൺ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പുതിയ സ്റ്റാർട്ടപ്സ് ഒക്കെ ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഈ ഒരു പോർട്ടൽ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിരിക്കുന്നത്. അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാറ്റോ ആണെങ്കിൽ ഒരു പുതിയ മിഷൻ, ആ മിഷൻ്റെ പേരാണ് ആർട്ടിക് സെൻട്രി എന്ന് പറഞ്ഞൊരു മിഷൻ ലോഞ്ച് ചെയ്തു. ഇപ്പം നാറ്റോ കൊണ്ടുവന്ന ഒരു പുതിയ മിഷനാണ് ആർട്ടിക് സെൻട്രി എന്ന് പറഞ്ഞത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അലയൻസസ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കുക, അവരുടെ മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് സേഫ് ഗാർഡ് ചെയ്യുക, സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നാറ്റോ ഇത് കൊണ്ടുവരുന്നത്. അപ്പം നാറ്റോയെ പറ്റി പറയുകയാണെങ്കിൽ നാറ്റോ എന്ന് പറഞ്ഞിട്ട് ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ്. അപ്പം നാറ്റോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി എന്ന് പറയുന്ന ആ ട്രീറ്റി സൈൻ ചെയ്തുകൊണ്ടാണ്. ഈ ട്രീറ്റിക്ക് വേറൊരു പേര് കൂടിയുണ്ട്, വാഷിങ്ടൺ ട്രീറ്റി എന്നും കൂടെ ഒരു പേരുണ്ട്. അപ്പോൾ ഈ വാഷിങ്ടൺ ട്രീറ്റി സൈൻ ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന നാറ്റോ ഫോം ചെയ്യുന്നത്. എന്നാണ് നാറ്റോ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ April 4, 1949 നാറ്റോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 2026 നോക്കുകയാണെങ്കിൽ ഈ നാറ്റോയിൽ മൊത്തം എത്ര മെമ്പേഴ്സ് ഉണ്ട്? 32 മെമ്പർ കൺട്രീസാണ് ഉള്ളത്. പക്ഷേ തുടക്കത്തിൽ ഒറിജിനലി 12 പേരാണ്, 12 ഫൗണ്ടിങ് നേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിപ്പോൾ എക്സ്പാൻഡഡ് ആയിട്ട് 32 നേഷൻസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മുടെ 13ത്തെ കറണ്ട് അഫയേഴ്സ്. അടുത്ത കറണ്ട് അഫയേഴ്സ് അടുത്ത ആൾ പറയും.
ഹലോ എവറിവൺ. സോ 14th ഫെബ്രുവരിയിലെ ന്യൂസാണ് പറയാൻ പോകുന്നത്. സോ 14th ഫെബ്രുവരി എന്ന് പറയുന്നത് വേൾഡ് കോൺജനൈറ്റൽ ഹാർട്ട് ഡിഫക്റ്റ് അവയർനെസ് ഡേ ആണ്. അപ്പോൾ കോൺജനൈറ്റൽ ഹാർട്ട് ഡിഫക്ട്സ് എന്ന് പറയുന്നത് ഒരു ഡെഡ്ലി ഗ്രൂപ്പ് ഓഫ് ബർത്ത് ഡിസോർഡർ ആണ്. ഇത് നമ്മുടെ ഹാർട്ടിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവയർനെസ് വീക്കായിട്ട് ഇപ്പോൾ February 7 to 14 വരെ നടന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഇത്തവണത്തെ ബംഗ്ലാദേശ് ജനറൽ ഇലക്ഷൻ വിൻ ചെയ്തിട്ടുള്ളത് താരിഖ് റഹ്മാൻ ആണ്. അപ്പോൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആയിട്ടുള്ള BNPയിലെ മെമ്പറാണ് താരിഖ് റഹ്മാൻ. ആൾക്കാണ് ഇത്തവണത്തെ ജനറൽ ഇലക്ഷനിൽ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ കുറേ വർഷമായിട്ട്, അതായത് ഓൾമോസ്റ്റ് 2 decades ആയിട്ട് ആവാമി ലീഗ് ആയിരുന്നു പൊളിറ്റിക്കൽ ഡോമിനൻസ് പാർട്ടിയായിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു BNP പാർട്ടി ലീഡിൽ വരുന്നത്. അപ്പോൾ ഇവർ ഓൾമോസ്റ്റ് 218 സീറ്റ്സ് ആണ് ജയിച്ചിട്ടുള്ളത്. ദെൻ മെജോറിറ്റി ഉണ്ട് ഇവർക്ക്. ദെൻ ജമാഅത്ത് ഇസ്ലാമി ആണ് ഇത്തവണ സെക്കൻഡ് ലാർജസ്റ്റ് പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിട്ട് എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്. ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു സൗത്ത് ഏഷ്യൻ കൺട്രി ആണ്. ഇത് ഇൻഡിപെൻഡൻറ്റ് നാഷനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് 1971 ആഫ്റ്റർ ദ ലിബറേഷൻ വാർ അഗെയിൻസ്റ്റ് പാകിസ്ഥാൻ. ദെൻ ഇതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ധാക്കയാണ്. ദെൻ ബോർഡറിങ് നേഷൻസ് ആയിട്ട് വരുന്നത് ഇന്ത്യ വരുന്നുണ്ട്, മ്യാൻമർ ഉണ്ട്, പിന്നെ സൗത്തിൽ ബേ ഓഫ് ബംഗാളാണ് ഉള്ളത്. ദെൻ റഷ്യ എന്ത് ചെയ്തിട്ടുണ്ട്, വാട്സപ്പിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവർ യൂസ് ചെയ്യുന്നത് മാക്സ് മെസ്സഞ്ചർ എന്ന് പറയുന്ന ഒരു ആപ്പ് ആയിരിക്കും. അപ്പോൾ റഷ്യ ഹാസ് ബ്ലോക്ക് ദി പോപ്പുലർ മെസ്സേജിങ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വാട്സപ്പ്, ബിക്കോസ് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് മെറ്റാ പ്ലാറ്റ്ഫോമാണ്. അതൊരു US ബേസ്ഡ് ടെക്നോളജി കമ്പനി ആയതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു, ഈ ഒരു വാട്സപ്പിനെ ബ്ലോക്ക് ചെയ്തിട്ട് ഇൻസ്റ്റഡ് മാക്സ് മെസ്സഞ്ചർ എന്ന് പറയുന്ന ആപ്പായിരിക്കും ഇനി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ദെൻ സൗദി അറേബ്യയിൽ HCI കോൺഫറൻസ് 2026 റിയാദിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പം ഇത്തവണ ഹ്യൂമൻ കാപ്പബിലിറ്റി ഇനീഷ്യേറ്റീവ്, അതായത് HCIൻ്റെ 3rd എഡിഷൻ ആണ് സൗദി അറേബ്യയിൽ വെച്ചിട്ട് നടക്കുന്നത്. അപ്പം ഇത് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് 3 to 4 മെയ്യിലായിരിക്കും. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ഹ്യൂമൻ കോഡാണ്. ദെൻ യുണൈറ്റഡ് കിങ്ഡം ഹാസ് ബീൻ ഡെസിഗ്നേറ്റഡ് ആസ് ദ കൺട്രി ഓഫ് ഓണർ. കൺട്രി ഓഫ് ഓണർ എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ കിട്ടിയിട്ടുള്ള ഒരു നേഷൻ കൂടിയാണ് യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത്. ദെൻ രാഹുൽ ഗാന്ധിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രിവിലേജ് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 105 മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിൽ പവർ, പ്രിവിലേജസ് ആൻഡ് ഇമ്മ്യൂണിറ്റി ഓഫ് പാർലമെൻറ്റ് ആൻഡ് ഇറ്റ്സ് മെമ്പർ. ദെൻ ആർട്ടിക്കിൾ 194 പറയുന്നത് സിമിലർ പ്രൊവിഷൻ ഫോർ സ്റ്റേറ്റ് ലെജിസ്ലേഷൻസിനെ കുറിച്ചിട്ടാണ്. ദെൻ ആർട്ടിക്കിൾ 122 പറയുന്നത് courts cannot question the validity of parliamentary proceedings on the ground of procedural irregularity. Then Article 105 പറയുന്നത് provides immunity to MPs for anything said or any vote given in parliament എന്നാണ്. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു പ്രിവിലേജ് നോട്ടീസ് കൊടുക്കുക എന്ന് വെച്ചാൽ എ മെമ്പർ ഈസ് ഒബ്സ്ട്രക്റ്റഡ് ഫ്രം പെർഫോമിങ് എ പാർലമെൻ്ററി ഡ്യൂട്ടീസ്. ദെൻ എന്തെങ്കിലും തരത്തിലൊരു മിസ്ലീഡിങ് അല്ലെങ്കിൽ ഒരു ഫാൾസ് ഇൻഫോർമേഷൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പോഴും ഈ ഒരു പ്രിവിലേജ് നോട്ടീസ് ഇറക്കാൻ പറ്റും. ദെൻ എവിടെയെങ്കിലും ഒരു ഡിഫമേഷൻ വരികയാണ്, അല്ലാതെ പേഴ്സണലി അറ്റാക്കായിട്ട് തോന്നുന്ന ഡിഫമേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രിവിലേജ് നോട്ടീസ് ഇറക്കാൻ പറ്റും. ദെൻ വാട്ട് ഈസ് എ സബ്സ്റ്റാൻറ്റീവ് മോഷൻ? BJP മൂവ് സബ്സ്റ്റാൻറ്റീവ് മോഷൻ എഗെയിൻസ്റ്റ് രാഹുൽ. ഇപ്പം എന്താണ് ഈ സബ്സ്റ്റാൻറ്റീവ് മോഷൻ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ BJP MP ആയിട്ടുള്ള നിഷികാന്ത് ദുബെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സബ്സ്റ്റാൻറ്റീവ് മോഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് ലീഡറായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത് ഈ ലോക്സഭ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യിക്കണം, അതേപോലെ തന്നെ ഇനി വരുന്ന ഇലക്ഷൻസിൽ ഡീബാർ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. Then what is substantive motion? A motion in parliamentary terms is an official suggestion made by a member of the House requesting that House take a specific action, implement an order or express an opinion on a particular issue. അപ്പോൾ ഈ ഒരു സബ്സ്റ്റാൻറ്റീവ് മോഷൻ എടുക്കുന്ന ആൾക്കെതിരായിട്ട് എന്ത് ചെയ്യണം, ഒരു സ്പെസിഫിക് ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എൻ ഓർഡർ കൊടുക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. ദെൻ ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവർക്ക് അഡോപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സബ്സ്റ്റാൻറ്റീവ് മോഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രപ്പോസലാണ് സബ്മിറ്റഡ് ടു ദി ഹൗസ് ഫോർ അപ്രൂവൽ, സ്ട്രക്ചർ ടു കമ്മ്യൂണിക്കേറ്റ് ഡിസിഷൻ എഫക്റ്റീവ്. അപ്പോൾ ഇൻഡിവിജ്വലി ആണ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് പ്രപ്പോസലായിട്ടാണ് ഈ ഒരു സബ്സ്റ്റാൻറ്റീവ് മോഷൻ കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഡിസ്കഷൻ അബൌട്ട് ദി കണ്ടക്ട് ഓഫ് ഇൻഡിവിജ്വൽസ് ഈസ് in high position must also be initiated through appropriate substantive motion. Then ഈ ഒരു മോഷൻ ആക്സെപ്റ്റ് ചെയ്യുക
then Lok Sabha will need to engage in formal debate and make a decision regarding the issue. ഇപ്പോൾ ഇത് ആക്സെപ്റ്റ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അവർ മുമ്പായിട്ടൊരു ഡിബേറ്റ് നടത്തണം. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ആരെങ്കിലും ഇതിനെ എതിർക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡിബേറ്റ് നടത്തണം. ദെൻ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡിസിഷൻ എടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ കറൻ്റ്ലി എന്ന് പറയുന്നത് ഇനിയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്പീക്കർ ഓം ബിർള എന്ത് ചെയ്യണം, ഇത് ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അപ്പോൾ രണ്ടിനനുസരിച്ച് ഫർദർ ആക്ഷൻസ് എടുക്കും, അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് പാത്തൊക്കെ ആയിട്ട് റൂൾസൊക്കെ വേണമെങ്കിൽ ഇമ്പോസ് ചെയ്യാൻ പറ്റും. ദെൻ PM മോദി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ന്യൂ PMO അറ്റ് സേവാ തീർത്ത് ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ February 13 ഇനാഗുറേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരിക്കും ഇനി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഓഫീസും അതേപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റിൻ്റെയും പിന്നെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൻ്റെയും കൂടെ ഹൗസ് അല്ലെങ്കിൽ ഓഫീസ് ഇതായിരിക്കും, സേവതീർത്തായിരിക്കും ഇനിയുള്ള പുതിയ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ദേവനഗരി സ്ക്രിപ്റ്റിലാണ്. ദെൻ ഇതിൻ്റെ മോട്ടോ എന്ന് പറഞ്ഞാൽ നാഗരിക് ദേവോ ഭവ, അതായത് സിറ്റിസൺ ഈസ് അഗെയിൻസ്റ്റ് ടു ഗോഡ്, ഗോഡിന് തുല്യമാണ് സിറ്റിസൺ എന്നുള്ള മോട്ടോ ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. ദെൻ ദ നെയിം സേവതീർത്ത എന്ന് പറയുന്നത് അബോർഡ് ഓഫ് സർവീസ്, അതായത് സർവീസിന് വേണ്ടിയിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഇതൊരു സിറ്റിസൺ സെൻട്രിക് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നെയിമും കൂടെയാണ്. ദെൻ PM മോദി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കർത്തവ്യ ഭവൻ 1 and 2 ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ Prime Minister's office will shift out of the iconic South Block in Delhi after 78 yearsന് ശേഷമാണ് ഈ ഒരു ഷിഫ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹെർബർട്ട് ബേക്കർ ആണ്, ഒരു കണ്ടംപററി ഓഫ് എഡ്വിൻ ലുട്ടീൻസിൻ്റെ കണ്ടംപററി ആയിരുന്നു, ദ ആർക്കിടെക്ട് ഓഫ് ലുട്ടീൻസ് ഡൽഹി. ആൻഡ് ദ നോർത്ത് ആൻഡ് സൗത്ത് ബ്ലോക്സ് ഹാഡ് ഇനീഷ്യലി ഹൗസ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആൻഡ് വാസ് ടേക്കൺ ഓഫ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ സിൻസ് 1947. അപ്പോൾ ആദ്യം ഇത് ബ്രിട്ടീഷ് ഒഫീഷ്യൽസിൻ്റെ അണ്ടറിലായിരുന്നു, ബട്ട് ലേറ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം ഇത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായി. പിന്നെ ഇതിൻ്റെ സൗത്ത് ബ്ലോക്ക് ഹൗസസ് ദി പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ആസ് വെൽ ആസ് ദ ഓഫീസസ് ഓഫ് ദ മിനിസ്റ്റേഴ്സ് ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആൻഡ് ഡിഫൻസ്. ഇപ്പോൾ സൗത്ത് ബ്ലോക്ക് ആയിരുന്നു പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ്, അതേപോലെ തന്നെ മിനിസ്ട്രീസ് ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെയും അതേപോലെ ഡിഫൻസിൻ്റെയും. ദെൻ നോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് ഹോം ആൻഡ് ഫിനാൻസ് മിനിസ്ട്രീസിൻ്റെ സൈറ്റായിരുന്നു. ദെൻ സേവതീർത്ത കോംപ്ലക്സിനെ കുറിച്ച് നോക്കുമ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ദാറാ ഷിക്കോ റോഡിലാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 3 ഇൻ്റർ കണക്റ്റഡ് ബിൽഡിങ്സ് ആണുള്ളത്, അതായത് 3 ബ്ലോക്സ് ആണുള്ളത്. അതിൽ സേവതീർത്ത 1 ആയിരിക്കും പ്രൈം മിനിസ്റ്ററിൻ്റെ ഹൗസായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കുക. ദെൻ സേവതീർത്ത 2 എന്ന് പറയുന്നത് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ ആണ്. സേവതീർത്ത 3 എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റിൻ്റെയും അതേപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറിൻ്റെ ഓഫീസായിട്ടാണ് ഇത് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു PM നരേന്ദ്രമോദി എന്തായിട്ടുണ്ടായ ഒരു ന്യൂ ഓഫീസിൽ വെച്ചിട്ട് ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് വിമൻ ആൻഡ് യൂത്ത് വൾനറബിൾ സിറ്റിസൺ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷനാണ് ഈ ഒരു ന്യൂ ഓഫീസിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. Then this include approval for launching a PM Rahat scheme. PM Rahat scheme-ന്റെ ലോഞ്ചിങ്ങിന് അപ്രൂവൽ ചെയ്തുകൊണ്ടുള്ള ഡിസിഷനും കൂടെ എടുത്തിട്ടുണ്ട്. So under this initiative, accident victims will get cashless treatment up to 1.5 lakh, ensuring that no life is lost due to lack of immediate medical help. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ളൊരു ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടാണ്ട് ഒരാളുടെയും ലൈഫ് പോവരുത് എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഒരു PM രാഹത്ത് സ്കീം മുന്നോട്ട് പോകുന്നത്. സോ അതിൻ്റെ ഡിസിഷനും കൂടെ ഈ ഒരു ഓഫീസിൽ വെച്ചിട്ട് നടത്തിയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ദെൻ ഡൗട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.